നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. നല്ലൊരു സൂപ്പർ തോട്ടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത്രയും വൃത്തിയായിട്ട് ചുറ്റുമതിൽ കെട്ടി നല്ല രീതിയിൽ പരിപാലിച്ചു വരുന്നൊരു തോട്ടം അപൂർവമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഈ നല്ല റോഡ് ഫ്രണ്ടേജുള്ള തോട്ടാണിത്. ഈ ഭാഗത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇടവിട്ട് വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണിത്. മെയിൻ റോഡിൽ നിന്നൊരു 1.5 കിലോമീറ്ററാണ് ഈ തോട്ടത്തിലേക്കുള്ള ദൂരം. തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ജാതിക്ക, കൊക്കോ അങ്ങനെയുള്ള ഒരുപാട് ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്ത് വരുന്ന ഒരു നല്ലൊരു തോട്ടാട്ടോ. 70 സെൻറ്റാണിത് മൊത്തം ഉള്ളത്. ഈ 70 സെൻറ്റും ചുറ്റുമതിൽ കെട്ടിയിട്ട് വൃത്തിയായിട്ട് പരിപാലിച്ച് വരുന്നുണ്ട്. ഈ പ്രോപ്പർട്ടിയുടെ 2 സൈഡും റോഡാണ് കേട്ടോ. 2 സൈഡും റോഡ് കണ്ടില്ലേ, നല്ല വീതിയുള്ള റോഡാണ്. അപ്പോൾ അത് ആ റോഡ് അങ്ങോട്ട് പോകുന്നതാ, ഇങ്ങോട്ട് വേറെ റോഡ്, അവിടെയൊക്കെ വീടുകളും ഉണ്ട് കേട്ടോ. അസല് പറമ്പാണിത്. ഇനി ഭാവിയിൽ ഇനി തോട്ടമല്ലാതെ ഇനി മുറിച്ച് അങ്ങനെ പീസാക്കിയിട്ട് വേണമെങ്കിൽ മുറിച്ച് വെക്കുക. എന്ത് ഉപയോഗത്തിന് ഇത് പറ്റും. അതിപ്പോൾ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഇവിടെ വലിയൊരു ഗേറ്റ്, കിഴക്ക് ഭാഗത്ത് വലിയൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് കണ്ടില്ലേ, വേറൊരു സ്ഥലത്തേക്കുള്ള എൻട്രൻസ് ആണത്. അവിടെ വലിയൊരു പറമ്പുണ്ട്, അതും പറമ്പ് തന്നെയാണ്. ഈ സ്ഥലത്തിൻ്റെ വടക്ക് ഭാഗമാണിത് കേട്ടോ. കണ്ടില്ലേ, അവിടെയൊക്കെ മതിൽ കെട്ടി കൃത്യമായി നല്ല രീതിയിൽ പരിപാലിച്ച് വരുന്നൊരു തോട്ടം. നമ്മുടെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രോപ്പർട്ടിയോ സ്ഥലമോ ബിൽഡിങ്ങോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചറിയിക്കുക. ഇത് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ അവിടുന്ന് മുതലുള്ള ഒരു എൻട്രൻസ് ആണ്, ഒരു ഗേറ്റാണ്. കയറിയ പാടനെ ഉള്ള കാഴ്ചയാണിത്. ഇത് പണി സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോന്ന് തരം തിരിച്ച് വെക്കാനുള്ള ഓരോരോ അറകളാക്കി വെച്ചിരിക്കുകയാണ്. 3 ഫേസ് കണക്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ ബോർവെല്ല് ഉണ്ട്, കൂടാതെ ജലസേചനത്തിന് വേറെ ഉപാധികളുണ്ട്. ഇതിൽ അഗ്രികൾച്ചർ കണക്ഷനും ഉണ്ട് കേട്ടോ. അതിൽ ഇപ്പോൾ ടാങ്കും കാര്യങ്ങളൊക്കെ വെള്ളത്തിന് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പലതരം ചെടികൾ ഇതിൽ വളർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഷെഡാണ് ഇതിലേക്കുള്ളത്. ഇപ്പോൾ ഈ ചെടി കണ്ടില്ലേ, ഇതൊരു തരം ഷുഗറിൻ്റെ മരുന്നിനുള്ള കായാണെന്ന്. പിന്നെ നെല്ലിക്ക എല്ലാവിധ ഫലവൃക്ഷങ്ങളും ഉണ്ട് ഇതിൽ. ജലസേചനത്തിന് എല്ലാവിധ സംവിധാനം ഈ തോട്ടത്തിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതൊരു ടാങ്ക് വെള്ളം നിറച്ച് സ്റ്റോർ ചെയ്യാനുള്ളത്. പിന്നുള്ളത് നമ്മൾ ഈ വളങ്ങൾ അതേമാതിരി അതൊക്കെ തയ്യാറാക്കാനുള്ള ടാങ്കാണിത്. മൊത്തം ഈ 70 സെൻറ്റിലും വെള്ളം നനയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്പ്രിങ്ക്ലർ എല്ലാ ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൃത്യമായിട്ടുള്ള അകലം പാലിച്ചിട്ടാണ് ഓരോ തെങ്ങും കവുങ്ങും വെച്ചിട്ടുള്ളത്. കാരണം ഭാവിയിൽ വളർന്നു വരുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടാണ് അത് വെച്ചിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഇടവേളകളായിട്ടാണ് വാഴ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജലസേചനത്തിനുള്ള പൈപ്പുകൾ ഓരോ ഭാഗത്തേക്കും തരം തിരിച്ച് വാൾവുകൾ വെച്ചിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട്. കൂടാതെ ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡിലൂടെ തോട് പോകുന്നുണ്ട് കേട്ടോ. അവിടെയാണ് വലിയൊരു മോട്ടർ വെച്ചിട്ട് പമ്പ് ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ തൊട്ടതിർത്തി ഒരു വലിയ തോടാണ്. ഞാൻ പൊന്ത കെട്ടിയിട്ടുണ്ട്, എന്നാലും കാണിക്കാതാണ്ടോ. നല്ല ജലസേചനം നടത്താൻ പറ്റിയൊരു തോടാണ്. എപ്പോഴും വെള്ളമുണ്ട് കേട്ടോ. കാരണം ഈ തോടിൻ്റെ അപ്പുറത്ത് പാടശേഖരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല വെള്ള സൗകര്യം എപ്പോഴും ഉണ്ടാവും. ആ തോട്ടിലെ വെള്ളം മതി ഇത് മൊത്തം നനച്ച് പൂന്തോട്ടാക്കാൻ. സെൻറ്റിന് 85,000 രൂപയാണ് ഇതിന് വില പറയുന്നത്. വില നെഗോഷ്യബിളാണ്, നമുക്ക് വില കുറച്ച് കിട്ടുന്നതാണ്. കൂടാതെ ഇതിൽ പയർ, വെണ്ട, വഴുതനക, പിന്നെ പച്ചമുളക്, ഇങ്ങനെയുള്ള എല്ലാ തരം ഇടവേള കൃഷികളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ 6 മാസം കൂടുമ്പോഴും വാഴക്കൊല വെട്ടിയിട്ട് തന്നെ നല്ലൊരു വരുമാനം ഈ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കേട്ടോ. 365 ദിവസം 24 മണിക്കൂറും ജലലഭ്യതയുള്ള ഒരു ഏരിയയാണിത്. സ്പ്രിങ്ക്ലർ എത്ര നനച്ചു കൊടുത്താലും വെള്ളം എപ്പോഴും കിട്ടുന്നൊരു ഏരിയയാണ് ഇത്. ഈ സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്താണ് നല്ലൊരു ഷെഡുണ്ട് കേട്ടോ. താമസിക്കാനൊക്കെ, ജോലിക്കാർക്കും താമസിക്കാനും ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ബാത്റൂം അടങ്ങിയ ഒരു
വീടാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സുന്ദരമായൊരു അന്തരീക്ഷമാണ് ഇവിടെ. ആവശ്യമുള്ളവർ വിളിക്കൂ. എല്ലാവർക്കും നന്ദി.